ഇന്നലെ കായംകുളം നന്ദിലയത്ത് പോയി ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്തെടുത്ത്. അതാണിത്. കണ്ടോ, നല്ല വലിപ്പവും നല്ല ഫ്രിഡ്ജ് ആണ് ഇത്. ഇതിൻ്റെ അകം ഞാൻ നിങ്ങളെ കാണിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങളും എല്ലാം വെക്കാൻ പറ്റിയ ഫ്രിഡ്ജാണ്. ഒരുപാട് തട്ടുകളുണ്ട്. നോക്കിക്കേ, താഴെ തൊട്ട് മേള് വരെ നല്ല സൗകര്യത്തോടു കൂടി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വെക്കാം. നല്ല ഫ്രിഡ്ജാണ്. ഇച്ചിരി വില കൂടുതലാണ്, എന്നാലും വേണ്ടിയില്ല. നല്ല സാധനം ആണ്. അതുകൊണ്ട് ഐസിന് ഇങ്ങനെ തിരിക്കുമ്പോൾ ഐസ് ഇവിടെ വന്ന് കിടക്കും, നമുക്ക് എടുക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നന്ദിലയത്ത് എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ കുറഞ്ഞ പേയ്മെൻ്റ് അടച്ചിട്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും എടുക്കാൻ. തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി. സാധാരണപ്പെട്ടവന് ഏറ്റവും ഒരു ഗുണകരമായ കാര്യമാണ് ഈ തവണകളായിട്ട് അടച്ചെടുക്കുന്നത്. ഓരോ സാധനം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെയാണ് മേടിക്കുന്നത്. തവണകളായിട്ട് ഒരുമിച്ച് കൊടുത്ത് മേടിക്കാനുള്ള നിവൃത്തി നമുക്കാർക്കും ഇല്ലല്ലോ, സാധാരണപ്പെട്ടവനില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ ആണ് ഈ തവണകളായിട്ട് അടച്ച് എടുക്കുന്നത്. കുറച്ച് പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഇവിടെ ആണെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ ഫ്രിഡ്ജുണ്ട്. അത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ ഫ്രിഡ്ജ്. കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇലക്ട്രിസിറ്റിക്കാർ 2 മാസം ഇരിക്കുമ്പം 4000 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. 4500 രൂപയൊക്കെയാണ് ഇവിടുത്തെ ബില്ല് വരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരക്കി, ഇതെന്താ ഇങ്ങനെ ബില്ല് വരുന്നതെന്ന് തിരക്കിയപ്പോഴാണ് ഇവിടുത്തെ പഴയ ഫ്രിഡ്ജാണ് ഈ കറണ്ടെല്ലാം വലിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ച് 2 മാസം ഇരിക്കുമ്പോൾ 4500 രൂപ ഒക്കെ ഇലക്ട്രിസിറ്റി ഓഫീസുകാർക്ക് കൊടുക്കുന്നതിൽ നല്ലതല്ലയോ? ആ കാശുണ്ടെങ്കിൽ നമുക്ക് തവണകളായിട്ട് ഇത് അടച്ചു തീർക്കാമല്ലോ. ഏറ്റവും നല്ലൊരു ഗുണകരമായ കാര്യമല്ലയോ? അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു സാധനമാവും, നമ്മുടെ കാശിനും ലാഭമാവും. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പഴയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ ബില്ല് കൂടി വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. നന്ദിലയത്ത് പോയി സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കണം കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഫ്രിഡ്ജുണ്ട്. സകല സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ.